ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്ന കർത്താവ് നൽകിയ സകല ദാനങ്ങളെയും ഓർക്കുന്ന അവിടുത്തെ കൃപയോട് ഞങ്ങൾ നിറയ്ക്കുന്ന വലിയ പരിപാലനയോ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഈ ജനം മുഴുവൻ അവിടുത്തെ ആത്മാവിൽ നിറയാൻ കർത്താവ് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ പൈശാചിക ശക്തികളെയും ബന്ധിക്കുന്നു, എല്ലാ ദുഷ്ടശക്തികളെയും ബന്ധിക്കുന്നു. പരിശുദ്ധാത്മാവെ ഈ മക്കളിലേക്ക്, ഈ പരിശുദ്ധമായ ആലയത്തിലേക്ക് അടയാളമായി അഗ്നിയായി അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്ന് അഭിഷേകങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അത്ഭുതങ്ങളും നടക്കുവാൻ തക്കവണ്ണം എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മാറി ഈ മക്കളെല്ലാം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവേ നന്ദി. ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു പരിശുദ്ധ കുർബാനയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു പരിശുദ്ധ കുർബാനയാണ്. 2 തിമോത്തി 1:6 ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ നീ ഉജ്ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് പൗരോഹിത്യത്തിലൂടെ കിട്ടിയ, അല്ലെങ്കിൽ നിനക്ക് മാമോദീസായിലൂടെ കിട്ടിയ, നിനക്ക് സ്ഥൈര്യലേപനത്തിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാവിനെ നീ ഉജ്ജ്വലിപ്പിച്ചാൽ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നീ നിറയും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കും എനിക്കും കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തീക്കട്ട അതിന്റെ കനൽ മൂടി കിടക്കുന്ന അവസരത്തിൽ ആർക്കും ഒന്നും മനസ്സിലാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കും ഈ അഭിഷേകത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവാത്മാവിൽ നിറഞ്ഞ് ഈ ശുശ്രൂഷ ചെയ്യാൻ എന്നെ കർത്താവ് ശക്തനാക്കിയത് ഈ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചതുകൊണ്ടാണ്. ഇവിടെ സ്തുതിപ്പും ആരാധനയും അല്ലെങ്കിൽ ഹല്ലേലൂയ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അതിന് പ്രചോദനം തന്നാൽ ഇവിടെ ഇന്ന് കെട്ടുകൾ അഴിയും, രോഗത്തിന്റെ ബന്ധനങ്ങൾ മാറും, പൈശാചിക ശക്തികൾ വിട്ടുപോകും, ദൈവാത്മാവിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇവിടെ നടക്കും. ഈ പരിശുദ്ധാത്മാവിൽ നിറയുന്ന വ്യക്തിക്ക് ഇരിക്കപ്പൊറുതി ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ ആദ്യഘട്ടവും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം. അന്ന് പൗരോഹിത്യത്തിലൂടെ പരിശുദ്ധാത്മാവിനെ കിട്ടി, അതിനെ ഉജ്ജ്വലിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇരിക്കപ്പൊറുതിയില്ല. ഇങ്ങനെ ബൈബിളിൽ ഇരിക്കപ്പൊറുതിയില്ലാതെ പരിശുദ്ധാത്മാവ് കിട്ടിയപ്പോൾ ഓടിയ ഒരു വ്യക്തിയുണ്ട്. ആരാന്ന് പറയാമോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ ഇരിക്കപ്പൊറുതി ഇല്ലാതെ ഓടിയ ഒരാള് പരിശുദ്ധ മാതാവ്. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതാ ഞാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ടൊരു ഓട്ടം ഉണ്ടായിരുന്നു. എങ്ങോട്ടായിരുന്നു? എലിസബത്തിന്റെ അടുത്തേക്ക്. എങ്ങനെ ഓടി? തിടുക്കത്തിൽ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, വചനമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാ. ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 90 മൈൽ ദൂരെയുള്ള എലിസബത്തിന്റെ അടുത്തേക്ക് ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഓടാനായിട്ട് കൃപ ലഭിച്ചത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, വിശ്വസിക്കുന്നതിന് മുൻപ് വിശ്വാസം ഏറ്റു പറയുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മ ഏറ്റു പറഞ്ഞത് എന്താണ്? അവിശ്വാസമാണ്. പരിശുദ്ധാത്മാവിന്റെ അടുത്ത് നമ്മുടെ എല്ലാ ജീവിതത്തിനും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ഇന്ന് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലും ഈ ലോകത്തിന്റെ മേഖലകളിലും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും കർത്താവ് നിങ്ങളെ അയക്കും. അല്ലെ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മേഖലകള്, ആ പൈശാചിക മേഖലകള് വിട്ടുമാറി മക്കള് ദൈവാത്മീയതയിൽ നിറയും, ഭർത്താവ് ദൈവാത്മാവിൽ നിറയും, ഭാര്യ ദൈവാത്മാവിൽ നിറയും. അങ്ങനെ അനേകർക്ക് നിങ്ങളുടെ ജീവിതം, എന്റെ ജീവിതം ദൈവത്തിന്റെ അടയാളമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവിടെ തന്നെ 3, 4, 5 ധ്യാനങ്ങൾ കൂടി അവരുടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരാള്, ഒരു സഭയും കുറ്റം പറയാനല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നു കുടുംബമായിട്ട് ഇന്നും വന്നിട്ടുണ്ട്. 3, 4 മൂന്നാമത്തെയോ 4മത്തെയോ ധ്യാനമാണ്. അച്ഛാ എവിടാ ധ്യാനം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മണിമലപ്പള്ളിയിൽ. 10 പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല. ആ ചേട്ടനും കുടുംബവും ഇന്ന് ധ്യാനത്തിലൂടെ വന്നിരിക്കുന്നത് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് കിട്ടിയ വലിയ ദൈവാനുഭവത്തിന്റെ മേഖലയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതെന്റെ അഹങ്കാരമല്ല. ആണോ ചേട്ടാ? ആണോ? പ്രൈസ് ദി ലോർഡ്. കോട്ടയത്ത് എവിടെ താമസിക്കുന്നത്? ചെങ്ങളം. പ്രൈസ് ദി ലോർഡ്. ഇരുന്നോ. ചേട്ടന്റെ മോക്ക് എത്ര ദിവസമായിട്ട് ആസ്മ ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര വയസ്സുണ്ട്? 18. 3 വയസ്സ് മുതൽ. പ്രിയപ്പെട്ടവർ, ഇത് ഞാൻ നിങ്ങൾക്കറിയാം, വചന ശുശ്രൂഷയിൽ ഞാനൊന്നും എഴുതി കാണാതെ പഠിച്ചുകൊണ്ട് വരികയില്ല. പരിശുദ്ധാത്മാവ് ആ സമയത്ത് വരും. ഞാനിവിടെ ഇരുന്ന് ഒരു പേപ്പർ ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുറച്ച് വചനങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ചിലപ്പം കർത്താവ് ഇതിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ആത്മാവ് ഞാൻ പറയിപ്പിച്ചോളൂ. ഇത് പറയാൻ ഞാൻ ഇവർ വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 3 വയസ്സുള്ള കൊച്ച്, അപ്പോൾ ഇപ്പൊ 18 വയസ്സല്ലേ?
അപ്പോൾ 15 വർഷമായി ഈ ചേട്ടൻ്റെ മകൾക്കുണ്ടായിരുന്ന ആസ്മ. ഈ മോള് മൈസൂർ പഠിക്കുന്നു. അവിടെ എൻ്റെ ഒരു കസിൻ കൊച്ച് നേഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. ഈ കസിൻ കൊച്ചിൻ്റെ കൂട്ടത്തിലാണ് ഈ ചേട്ടൻ്റെ മോൾ. ഇവരെനിക്ക് അറിയത്തേയില്ല. അവിടെ ചെന്നപ്പോൾ ഈ മകൾക്ക് ഇത്ര വർഷമായിട്ട് ആസ്മ, വിട്ടുമാറാത്ത ആസ്മ. കൊച്ചിൻ്റെ അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ നേഴ്സിംഗ് പഠിക്കുന്ന കൊച്ച് അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അനേക ജാതി ആൾക്കാരും മക്കളെല്ലാം നിൽക്കുന്ന അവസരത്തിൽ അവരുടെ എല്ലാം മുൻപിൽ വെച്ച് ഈ കൊച്ചിന്റെ അസുഖം അവിടെ വെച്ച് പറഞ്ഞു. ഇവരൊന്നും അറിയുന്നില്ല. അവിടെ വെച്ച് പറഞ്ഞു, ഈ കൊച്ചിന് ഇത്ര, ഈ കസിൻ കൊച്ചിന് അച്ഛൻ എന്നെ കുഞ്ഞാഞ്ഞാണ് അവൾ വിളിക്കുന്നത്. പറഞ്ഞു ഈ ഇവൾക്ക്, കൊച്ചിന്റെ പേരെന്തായിരുന്നു? ബീനുവിന് ഇത്ര വർഷമായിട്ട് ആസ്മ കാരണം, കാലാവസ്ഥ കാരണം ഈ കൊച്ചിനോട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കുഞ്ഞാഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് മൈസൂർ പഠിക്കുന്ന അവിടെ വെച്ച് ഈ കൊച്ചിന്റെ മേൽ തലയിൽ ഇങ്ങനെ കൈവച്ച് വലത് കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ നീ ഇന്നും ജീവിക്കുന്ന ദൈവമാകുന്നു എന്ന് ഏറ്റുപറഞ്ഞ് ഒരു പനിയുടെ ദുരാത്മാവിനെ പോലും ശാസിച്ചു ബന്ധിച്ച നിന്റെ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ രോഗത്തിന്റെ ദുരാത്മാവ് വിട്ടുപോകട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ ഈ കുഞ്ഞിന്റെ രോഗം വിട്ടുമാറി. ഇന്ന് ആ കുഞ്ഞിന് രോഗമുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. സത്യം പറയുമ്പോൾ ഇത് അറിയേണ്ടത് കർത്താവ് ഇന്നും ജീവിക്കുന്ന. ഈ കൊച്ച് ഏത് ജാതിയാണ്, ഏത് മതമാണ്, ആ പേരെന്താന്ന് പോലും ചോദിച്ചില്ല പ്രിയപ്പെട്ടവരെ. അവിടെ നിന്ന് എനിക്ക് കർത്താവ് സന്ദേശം നൽകി, ഈ കുഞ്ഞിന്റെ രോഗം നിന്റെ മധ്യസ്ഥതയിൽ നിന്റെ അപേക്ഷ കേട്ട് ഈ കുഞ്ഞിനോട് കരുണ കാണിച്ച് ഞാൻ എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞാണ് സന്തോഷത്തോടെ അമ്മച്ചിരുന്ന് കരയുന്നു, മകൾക്ക് കൊടുത്ത വലിയ കൃപയെ ഓർത്തിട്ട്. അപ്പോൾ ആ കുഞ്ഞിവരോട് വിളിച്ചു പറയുകയാണ്, ഇങ്ങനൊരു അച്ഛൻ അവിടുന്ന് വന്നു, അച്ഛൻ പ്രാർത്ഥിച്ചു, അന്ന് മുതൽ ഇന്ന് വരെ 15-16 വർഷമായിട്ടുള്ള ആസ്മ ഈ കുഞ്ഞിന് ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 16-17 കാണുന്നുണ്ടല്ലോ, വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും, മാരകമായി എന്ത് കുടിച്ചാലും അവർക്കത് ഏൽക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വളരെ ശക്തമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സത്യത്തിൽ ഈ ശുശ്രൂഷയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും രോഗങ്ങൾ മാറാൻ പോവുകയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് അടയാളമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൊട്ടിയത്ത് ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഞാൻ ഇതിൻ്റെ വേറൊരു മേഖല പറയാനായിട്ട് നിങ്ങളെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. വേറൊരു മേഖല, അവിടെ ധ്യാനത്തിന് എന്ന ദിവസം 3 ദിവസത്തെ താമസമുള്ള ധ്യാനമാണ്. പകല് ധ്യാനം, വൈകുന്നേരം ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കുന്നു. രാവിലെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആ ധ്യാനത്തിൽ പങ്കെടുത്താലും ഉണ്ടോ ഇവിടെ? നിങ്ങളുണ്ട്, ജോമൻ ഉണ്ടായിരുന്നു അല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് ഒരു കിടപ്പ് രോഗി എന്ന് പറഞ്ഞാൽ വളരെ രോഗത്തിൻ്റെ മേഖല മുഴുവൻ ശരീരം ഉണ്ടെന്ന് പറയാൻ പേരിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു രോഗി, കിടപ്പ് രോഗി, ഈ ചേച്ചിയുടെ ഭർത്താവ് ഈ സ്ത്രീയെ കൊണ്ട് വന്നിട്ടുണ്ട്. എഴുന്നേക്കാൻ ശരീരം ഇങ്ങനെ ഒരു കോല് പോലെ ഇരിക്കുന്നു, കിടപ്പാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെയോ വണ്ടിക്കോ സ്വന്തം വണ്ടിക്കോ കാറിൽ എടുത്ത് കൊണ്ടുവന്ന് അവിടെ കട്ടിലേൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നോട് പ്രാർത്ഥിക്കാൻ പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ ഇതിലൊരു ഹോള് അവിടെ കിടത്തിയിരിക്കുന്നു. ഞാൻ ചെന്ന് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഈ രോഗം മാറാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞാൽ എനിക്ക് സംശയമില്ല, പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഇവരോട് പറഞ്ഞില്ല. ഞാൻ ഇതൊക്കെ ഒന്ന് കൈവച്ചിട്ട് ഞാൻ പുറകോട്ട് പോകും. അതിനുശേഷം ഈ ചേട്ടന് എന്നോട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത് ഒന്നും പറഞ്ഞില്ല. ഞാൻ ചേട്ടനെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്നെ ഒന്ന് മാറ്റി നിർത്തി. ആ സമയത്ത് തന്നെ മാറ്റി നിർത്തിയിട്ട് ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ വീട്ടിൽ ഇന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇത്ര വർഷം മുൻപ് അന്യ ദൈവങ്ങളെ പൂജിക്കാൻ പോയി. അവിടെ ഞങ്ങളുടെ വീട്ടിൽ ചില സാധനങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ ഭിത്തിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, കർത്താവിനും അതറിയാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പുറകോട്ട് മാറി. ആദ്യത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന ശുശ്രൂഷകരായിട്ടുള്ളവരോട് പറഞ്ഞു, കർത്താവ് പറയുന്നു ഈ രോഗം മാറാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ സ്ത്രീ കൂടെ പ്രാർത്ഥിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് അവിടെ വെച്ച് പറഞ്ഞു. ആളുകൾ നോക്കിയിരിക്കുന്നത് കിടക്കുന്ന രോഗി വരുന്നു, ഇയാൾ എഴുന്നേക്കുന്നുണ്ടോന്നാ ആളുകൾ നോക്കുന്നേ. അപ്പോൾ ബൈബിളിൽ രോഗമുണ്ട്, വ്യാധിയുണ്ട്, ബാധയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടേഴ്സിന് എന്തുമാത്രം അറിയാം?
രോഗത്തിൽ പലയിടത്തും ഡോക്ടർ പറയുന്ന രോഗമല്ല, പക്ഷേ വീട്ടിലെ രോഗങ്ങളും അസ്വസ്ഥതകളും വിട്ടുമാറുന്നില്ല. അപ്പോൾ പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ അന്യ ദൈവങ്ങൾക്ക് പൂജിച്ചതായ ഒത്തിരി മേഖലകൾ രക്ഷ നേടാൻ വേണ്ടി പലതിൻ്റെയും പുറകെ പോയ സാഹചര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തന്നു. രണ്ടാമത്തെ ദിവസവും ഞാൻ എല്ലാവരെയും കൈവച്ച് പ്രാർത്ഥിക്കാൻ പോയ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ചേച്ചിയുടെ അടുത്തും പോയി ഒന്നുകൂടെ നിന്നു. ഞാനിങ്ങനെ കണ്ണുകൾ അടച്ചു ഒരു ദിവസം കർത്താവിനോട് കരുണയ്ക്കായിട്ട് യാചിച്ചു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ദിവസം ധ്യാനം തീരുന്ന ദിവസത്തിൽ ഈ സ്ത്രീയുടെ അടുത്ത് പോയി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ സ്ത്രീക്ക് വേണ്ടി ഈ ഭർത്താവിനോട് പറയാൻ പറഞ്ഞു, ഇവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കർത്താവ് ഒരു സന്ദേശം നൽകുന്നു. ഈ മകൾക്ക് വേണ്ടി 2 മക്കവായർ 12:45 അനുസരിച്ചുള്ള പാപപരിഹാര ബലി അർപ്പിക്കാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. 21 പാപപരിഹാര ബലി അർപ്പിക്കാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. 21 ദിവസത്തിനുള്ളിൽ ഈ സ്ത്രീയുടെ ആത്മാവിനെ കർത്താവ് എടുക്കുമെന്ന് പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസിയായ ഈ കുടുംബനാഥനോട്, ഈ ചേട്ടനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, താങ്കളുടെ ഭാര്യയുടെ ആത്മാവിനെ കർത്താവ് ഇത്ര ദിവസത്തിനുള്ളിൽ എടുക്കാൻ പോകുന്നുവെന്ന് കർത്താവ് സന്ദേശം നൽകുന്നു. 21 പാപപരിഹാര ബലി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അർപ്പിച്ചോ. ഏതെങ്കിലും കത്തോലിക്ക സഭയിലെ പുരോഹിതരുടെ അടുത്ത് 21 കുർബാനയ്ക്ക് പൈസ കൊടുത്ത് പാപപരിഹാര ബലി അർപ്പിച്ചോളാൻ പറഞ്ഞു. അടുത്ത ദിവസം കൊല്ലത്ത് തന്നെ കല്ലടയിലുള്ള ഒരു വലിയ ദേവാലയം, 2000 ആൾക്കാരുള്ള ഒരു ദേവാലയത്തിലേക്ക് ധ്യാനിക്കാൻ പോകുന്ന അവസരത്തിൽ എന്നോട് ഈ കുടുംബനാഥൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ 10 കുർബാന കഴിഞ്ഞു, എന്റെ ഭാര്യ 2 ദിവസം മുൻപ് മരിച്ചു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നോ? ഞാനിത് പറഞ്ഞത് നിങ്ങളെ പേടിപ്പിക്കാനല്ല. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവാത്മാവ് കൊടുക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ദൈവാത്മാവിൽ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. കർത്താവ് പറഞ്ഞു ഇങ്ങനെ. പ്രിയപ്പെട്ടവരെ, ഒന്നല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഒരു 20-25 പേർക്ക് ഇതുപോലെ നമ്മൾ പറയില്ലേ, നമ്മൾ പറയാം കിടന്ന് നരയിക്കുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ കിടക്കുന്ന, കിടപ്പ് രോഗികളായിട്ടുള്ള, ബന്ധനത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ പൈശാചിൽ കിടക്കുന്ന, ചെയ്തുപോയ കുറവുകൾക്ക് ബന്ധനങ്ങൾ കിടക്കുന്ന ഇവരെയൊക്കെ ആ ബന്ധനത്തിൽ നിന്ന് അഴിച്ചു കഴിയുമ്പോൾ ദൈവാത്മാവിനോട് പറയും, കർത്താവേ ഈ മകളോട് കരുണ കാണിക്കണം. നീ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഈ മകളോട് നീ കരുണ കാണിക്കണം. ഇവളും ഇവിടെ കുടുംബങ്ങളും വർഷങ്ങളായി ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങൾക്ക് നീ കരുണ കാണിക്കണം എന്ന് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് സന്ദേശം നൽകും. ഇന്നത് സംഭവിക്കാൻ പോകുന്നു, നീ പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു കാര്യം കൂടെ കർത്താവ് ഓർമ്മിക്കുന്നു. എൻ്റെ ഇടവകയിൽ ഇരിക്കുന്ന അവസരത്തിൽ ഒരു പെങ്കൊച്ച്, ഒരു 13 വയസ്സുള്ള ഒരു പെങ്കൊച്ച്, ഡൽഹിയിലാണ് ഈ കൊച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള സ്കൂളിൽ നിന്ന് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഈ സ്കൂളിൽ നിന്നെല്ലാം ഈ കൊച്ചിനെ പറഞ്ഞു വിടുകയാണ്. 13 വയസ്സുള്ള ഈ കൊച്ച് 10-18 ആൺപിള്ളേർക്ക് പ്രേമക്കത്ത് കൊടുത്തു. സ്കൂളിൽ എങ്ങും നിർത്തുന്നില്ല, കൊച്ചിനെ തിരിച്ചു വിട്ടു. ഈ കൊച്ചിന്റെ കുടുംബക്കാര് മലപ്പുറം ജില്ലയിൽ, സ്ഥലം ഞാൻ അങ്ങനെ പറയുന്നില്ല, അവിടെ ഉണ്ട്. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, അച്ഛൻ്റെ അടുത്ത് പോയി ഒന്ന് നോക്കിയാൽ എന്താണ് കൊച്ചിന്റെ പ്രശ്നമെന്നറിയാം. അങ്ങനെ ഈ കൊച്ചിനെ കൊണ്ട് ബന്ധുക്കാർ വന്നു. പ്രിയപ്പെട്ടവർ, ഈ കൊച്ചിനെ ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കൊച്ചിൽ ഒരു പ്രശ്നവും കാണുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ അപ്പനെ അമ്മയും വിളിക്കാൻ പറഞ്ഞു. അവർ ഡൽഹി ജോലി ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കൊച്ചിലൊരു കുഴപ്പവും കാണുന്നില്ല, ഈ കൊച്ചിൻ്റെ അപ്പനെ അമ്മയും ഒന്ന് വിളിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബന്ധുക്കാർ അറിയിച്ചു. എനിക്ക് തോന്നുന്നു 1 മാസമോ 2 മാസമോ കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇവർ ഇതിനു വേണ്ടി തന്നെ എന്നെ കാണാനായിട്ട് വന്നു. എൻ്റെ ഓഫീസിൽ ഇവരിങ്ങനെ, ചേച്ചി ഈ ഭാഗത്തും ചേട്ടൻ ഈ ഭാഗത്തുമായിട്ട് ഓഫീസിലിരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്ന കാര്യം ഞാൻ പറയാം. ഞാൻ ഒത്തിരി ഈ കർത്താവിൻ്റെ സ്നേഹം ഓർത്ത് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, സന്തോഷം കൊണ്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് വ്യക്തിപരമായിട്ട് എന്നെ തൊട്ട് കർത്താവ്, അതാണ് നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ കർത്താവ്, ഞാൻ ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ കൊച്ചിലൊരു കുഴപ്പവും കാണുന്നില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു മെസ്സേജ്